പ്രൊഫഷണൽ രീതിയിൽ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മറ്റൊരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് പീസും നല്ല പീസും ഞാനിവിടെ സെൻറ്റർ നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നല്ല പീസിൻ്റെ തൊട്ട മുകളിലായിട്ട് ഇൻവിസിബിൾ സിബ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക പിന്നി വെച്ചിട്ട്. നോർമൽ സിപ്പ് ഫൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇൻവിസിബിൾ സിപ്പ് ഫൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കായിരിക്കും കുറച്ചും കൂടെ ഈസി. എനിക്ക് പിന്നെ ഇത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ വെക്കുന്നതാണ്. അപ്പോൾ സിബിൻ്റെ ടീത്തിൻ്റെ ആ ഭാഗം ഒന്നിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് തൊട്ടടുത്തുകൂടെ വേണം അടിക്കാനായിട്ട്. എന്നാൽ ഈ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുണ്ട് നമ്മൾ അടയാളപ്പെടുത്തിയതിനനുസരിച്ചിട്ട്. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്തൊക്കെ സിബ് കറക്റ്റ് ആ മെഷർമെൻറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് നല്ല പീസിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെക്കണം. അങ്ങനെ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ സിബ് വരുന്ന ആ അടയാളം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നമുക്ക് വരക്കാൻ പറ്റും. അതിൻ്റെ തൊട്ട മുകളിലൂടെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് താഴെ എത്ര വരെ നമ്മൾ നല്ല പീസ് ഇങ്ങനെ സിബുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക. മുകളിലുള്ള എക്സസ് ആയിട്ടുള്ള ഈ സിബ് നമുക്ക് ഒന്നെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെക്കാം. കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ വൃത്തി കിട്ടുക. പിന്നെ ഇത് യു ഷേപ്പാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ചോളം നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ടിത് പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ 1/4 ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ ആ ഭാഗത്തുകൂടെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹെം ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് സിബ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ലൈനിങ്ങും നല്ല പീസും കൂടെ മാറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ പോയിൻ്റ് ഇട്ട് നിർത്തിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ 1/2 ഇഞ്ചോളം രണ്ടും വേറെ വേറെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇൻവിസിബിൾ സിബിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പലതരത്തിലുള്ള സിബ് അറ്റാച്ചിങ് ഉണ്ട്. പലതരത്തിലുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയേ വീഡിയോ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.